ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയന തെറ്റുകാരിയാണെന്ന് എല്ലാവരും മുദ്രകുത്തുകയാണ് കേട്ടോ. അങ്ങനെ ആദ്യം പറയുന്നുണ്ട്, നവ്യേക്കാൾ തെറ്റ് ചെയ്തത് നീ തന്നെയാണ്. നീ ഇത്രയും നാളും നിന്നെ കയ്യിൽ കൊണ്ടു നടന്ന കൈവെള്ളയിൽ കൊണ്ടു നടന്ന മുത്തശ്ശീനെയുമാണ് പറഞ്ഞ് പറ്റിച്ചത്. അതുകൊണ്ട് നീ തന്നെയാണ് തെറ്റുകാരി, നീ ഈ വീടിൻ്റെ പടി ഇറങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇതെല്ലാം കൂടെ കേട്ടിട്ട് നമ്മുടെ കനകത്തിന് ആകെ പാടെ അങ്ങ് ടെൻഷനാവുകയാണ്. അങ്ങനെ കനകം ചങ്ക് പൊട്ടി പോവാണ് കേട്ടോ. അങ്ങനെ കനകം വന്നിട്ട് തൻ്റെ സങ്കടങ്ങളും മുഴുവൻ, കാരണം ഇത്രയും നാളും തൻ്റെ മകൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞ് ആ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന കനകം പെട്ടെന്ന് എല്ലാവരുടെ മുമ്പിൽ അപമാനിതയാകുമ്പോൾ ആ ഒരു ദേഷ്യം മൊത്തം നമ്മുടെ നവ്യയുടെ നേർക്ക് തീർക്കാണ്. നവ്യനെ വന്ന് തലങ്ങും വിലങ്ങും ഒക്കെ അടിക്കുകയാണ് കേട്ടോ. അങ്ങനെ സഹി കിട്ടിയിട്ട് നവ്യ പറയുന്നുണ്ട്, നിർത്തിക്കോണം, ഇനി എന്നെ തല്ലരുത്, തല്ലിയാൽ തിരിച്ചു തല്ലാൻ ഞാൻ മടി കാണിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ തെറ്റ് ചെയ്തു എന്ന് എല്ലാവരും വാനോളം പറയുന്നുണ്ടല്ലോ, എന്നെ തെറ്റിലേക്ക് നയിച്ചത് ആരാണ്? അതും കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവിടെ തെറ്റ് ചെയ്തത് അഭിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഗർഭിണിയല്ല എന്നറിഞ്ഞിരുന്നെങ്കിൽ ഈ വീടിൻ്റെ മരുമകളാകാൻ എനിക്ക് പറ്റുമായിരുന്നോ? എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നതാണ്. ആ ജീവിതത്തിൽ നിന്ന് എന്നെ കാശും പണവും ഒക്കെ ഉണ്ടെന്നും എല്ലാം പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു പറ്റിച്ച് വിവാഹത്തിൻ്റെ അന്ന് ഇവിടുന്ന് ഒളിച്ചോടി കൊണ്ടുപോയതാരാണ്? അവിടെ ചെന്ന് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുകയും അവസാനം മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാനും പോയത് ആരാണ്? അപ്പോൾ അങ്ങനെ എന്നെ ചതിച്ചതിൽ ആർക്കും ഒരു വിഷമവും ഇല്ലേ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചെറിയൊരു കള്ളത്തിൻ്റെ പേരിലാണോ എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? ഞാൻ ഗർഭിണിയല്ല എന്ന് പറയുകയായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ തെറ്റ് ചെയ്ത് ആരും എൻ്റെ അമ്മയ്ക്കിട്ട് കയറേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കനകം പറയുന്നുണ്ട്, എന്നാലും എൻ്റെ 2 മക്കൾ കാരണം എനിക്ക് ഇത്രയും അപമാനിതയാകേണ്ടി വന്നല്ലോ, നീ കാരണം എൻ്റെ ഇളയ മകളുടെ കൂടെ ജീവിതം നീ നശിപ്പിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാത്തിനും ഉത്തരവാദി ഈ ജലജ മാത്രമാണ്. എൻ്റെ മകളെ പറഞ്ഞു പറ്റിച്ച് കൊണ്ടുപോയത് ഇവളുടെ മകനാണ്. എന്നിട്ട് രണ്ടാമത്തെ മകളെ ആണെങ്കിൽ ആ സ്ഥാനത്തേക്ക് ആരും അറിയിക്കാതെ മുഖം മറച്ച് കൊണ്ടുവന്നു. എല്ലാം കൊണ്ടും ഞങ്ങളെ തെറ്റിൽ നിന്ന് തെറ്റുകളിലേക്ക് നയിച്ചത് മൊത്തം ഈ ജലജയാണ്. ഇന്ന് എല്ലാവരുടെ മുമ്പിൽ ഇന്ന് അപമാനിതയായി നിൽക്കേണ്ടി വന്നതും നീ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ജലജനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജ പെട്ടെന്ന് വന്നിട്ട് എല്ലാവരും, അതായത് കനകത്തിൻ്റെ ആ ഒരു കരച്ചിലും ബഹളവും വെപ്രാളവും ഒക്കെ കാണുമ്പോൾ സിമ്പതി അങ്ങോട്ടേക്ക് പോകുക എന്ന് മനസ്സിലാക്കിയ ജലജ അബീനെ ഇങ്ങനെ കണ്ണ് കാണിക്കുകയാണ്. അങ്ങനെ അബി വന്നിട്ട് നമ്മുടെ നബിയോട് പറയുന്നുണ്ട്, ഇനി എനിക്ക് നിന്നെപ്പോലൊരു ഭാര്യയെ വേണ്ട, ഇത്രയും നാളും നീ എന്നെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു, ഇതുപോലൊരു ഭാര്യനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ നിമിഷം തന്നെ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം, എനിക്കിനി നിന്നെ ചുമക്കാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ അബി പറയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴത്തേനും നമ്മുടെ നവ്യ ആണെങ്കിൽ അബിയോട് പറയുന്നുണ്ട്, ഞാൻ എന്തിനാ ഇറങ്ങുന്നത്? ഞാൻ ഇറങ്ങത്തില്ല, എനിക്ക് ഇറങ്ങേണ്ട കാര്യമില്ല. ഞാൻ ഇതിനുള്ള മറുപടി നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഞാൻ അല്ലായിരുന്നെങ്കിൽ നീ എന്നെ വിവാഹം കഴിക്കില്ലായിരുന്നല്ലോ. അങ്ങനെ ഒരു കള്ളം ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വീട്ടിൽ എനിക്ക് എല്ലാ അവകാശമുണ്ട്. ഞാൻ ഈ വീടിൻ്റെ മരുമകളാണെങ്കിൽ, നിൻ്റെ ഭാര്യയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയുള്ളൂ, ഞാൻ ഇവിടെ തന്നെ താമസിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ നയനയാണെങ്കിൽ ഒന്നും മിണ്ടാനാവാതെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആകെ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ നയനയുടെ നേർക്കാണല്ലോ എല്ലാവരും കുറ്റം ചുമത്തുന്നത്. ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യമാണെങ്കിൽ നയനനെ ചൂണ്ടി എല്ലാവരുടെ മുമ്പിൽ നയനനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയപ്പോഴും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും നയനയോട് ആ ഒരു രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ നയനയ്ക്കത് ഒരുപാട് സങ്കടമായിട്ടോ. കാരണം അത്രയധികം അവർ തന്നെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരുടെ എല്ലാ വിശ്വാസവും തകർത്തെറിയുന്നത് പോലെ ആയല്ലോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നയനെ ആകെ വേവലാതിപ്പെട്ട് നിൽക്കുമായിരിക്കും. അങ്ങനെ കനകം പറയുന്നുണ്ട്, അതായത് നമ്മുടെ ദേവയാനി പറയാണ്, ഇവള് എൻ്റെ മരുമകളാണ്, പക്ഷേ ഇവളെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴെല്ലാം ഇവൾ ഓരോ തെറ്റുകൾ കാണിച്ച് എന്നെ ഇവളിൽ നിന്ന് ഇവൾ തന്നെയാണ് അകറ്റുന്നത്. ഇനി എനിക്ക് ഇവിടുത്തെ മരുമകളായി വാഴണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം എൻ്റെ അച്ഛനെയും അമ്മയും അതുപോലെ ഇവൾ മനസ്സുകൊണ്ട് ഇപ്പോൾ വേദനിപ്പിച്ചു കഴിഞ്ഞു. ഇവൾ ആ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചതോടുകൂടി ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകളാണ് ഇവൾ തകർത്ത് കളഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്കിനി ഇവളെപ്പോലൊരു മരുമകളെ എന്തായാലും എനിക്കിനി വേണ്ട, അത് ഞാൻ തീരുമാനിച്ച് കഴിഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് ഇവൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ കനകത്തിന് സങ്കടമാകാണ്. അങ്ങനെ ഗോവിന്ദൻ കനകത്തിനെ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് കനകം ഇങ്ങനെ നവ്യയോടും നയനയോടും പറയുന്നുണ്ട്, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് പോകാം. ദൈവം തന്ന നിങ്ങളുടെ ജീവിതം ഇങ്ങനെ അങ്ങ് തീർന്നു എന്ന് വിചാരിച്ചാൽ മതി, ഇനി ഇവിടെ അപമാനിതരായിട്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് നയനേനെയും കൂട്ടി ഇറങ്ങുകയാണ്. അങ്ങനെ നവ്യനെ വിളിക്കുമ്പോൾ നവ്യ പെട്ടെന്ന് ആ കൈ വിടിയിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് വരേണ്ട കാര്യവുമില്ല, ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ താമസിക്കും, നയനേനെയും കൂട്ടി അമ്മയ്ക്ക് വേണമെങ്കിൽ പോകാം എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ എല്ലാ തെറ്റുകളും ഇങ്ങനെ ചെയ്തിട്ട് എല്ലാം നയനയുടെ മേൽക്ക് ചുമത്തിയ നവ്യനെ ഒരു നിസ്സഹായ അവസ്ഥയുടെ നോക്കിയിട്ട് നയനയും പടി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ തന്നെ
നമ്മുടെ നയന ഇങ്ങനെ എന്താ അതായത് ഈ സത്യങ്ങൾ മറച്ചു വെച്ച് എന്തിനാണെന്ന് ഇങ്ങനെ പറയാൻ പോകുമ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ എന്താ കനകം ആ ഒരു ഇമോഷണലി കനകം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അത് പെട്ടെന്ന് നയനയ്ക്ക് പറയാൻ കഴിയാതെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയായിരിക്കും അവസാനം നയനേനെയും കൂട്ടി നമ്മുടെ കനകം ഇങ്ങനെ പടി ഇറങ്ങുമ്പോഴായിരിക്കും ഓരോ ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇങ്ങനെ പടി ഇറങ്ങി പോകുമ്പോൾ ആദർശിനെ ചെറുതായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ആദർശ് അങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണേ. കാരണം നയനയോട് അടുത്ത് വരികയായിരുന്നു. പക്ഷേ ഈ ഒരു ചതി ആദർശിനെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോൾ ജലജയുടെ കുറച്ച് മരുന്നുകളും കൂടി ആയപ്പോഴത്തേക്കിനും ആദർശിന് എന്താ നയനയോടുള്ള ആ വെറുപ്പും വിദ്വേഷവും അങ്ങ് കൂടി എന്ന് തന്നെ പറയാം. അങ്ങനെ നയന ഇങ്ങനെ പടിയിറങ്ങുമ്പോഴായിരിക്കും നമ്മുടെ മുത്തശ്ശന് ഇതൊന്നും കണ്ടു നിന്ന് താങ്ങാനാവുന്നില്ല. മുത്തശ്ശൻ തൻ്റെ പ്രിയപ്പെട്ട മകളായിട്ട് തന്നെ കണ്ടിരുന്ന നയന അവിടെ നിന്ന് പടിയിറങ്ങുന്നത് കാണുന്ന മുത്തശ്ശന് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ എന്താ മുത്തശ്ശൻ കുഴഞ്ഞു വീഴുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം എല്ലാവരും കൂടി ഗോവിന്ദനും അതുപോലെ തന്നെ നയനയും എല്ലാം തിരികെ എത്തുകയും മുത്തശ്ശനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനൊക്കെ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, വേണ്ട, നയന തൻ്റെ ആ ഒരു കുബുതിയിൽ അല്ലെങ്കിൽ തൻ്റെ ആ ഒരു അവസ്ഥയിൽ ചെയ്തു പോയതായിരിക്കും, നമുക്ക് ആ തെറ്റിനെ ക്ഷമിക്കാം, അതുകൊണ്ട് നയന ഇവിടെ തന്നെ ജീവിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഒരു എപ്പിസോഡ് കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞത്. എന്തായാലും മുത്തശ്ശൻ്റെ രോഗവിവരമൊക്കെ ഈ ഒരു എപ്പിസോഡ് കൂടി എല്ലാവരും തിരിച്ചറിയുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.